നമ്മൾ അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ ലാസ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് സം ടേംസ് ഇൻ അക്കൗണ്ടിങ്. നമ്മൾ വരും ചാപ്റ്ററുകളിൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് വി ഹാവ് ടു നോ സം ടേംസ് ദാറ്റ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ അക്കൗണ്ടിങ്. നമ്മൾ വരുന്ന ചാപ്റ്ററുകളിലെങ്കിലും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടേംസ് നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ഈ ടേംസ് റിപ്പീറ്റ് ആയിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. സോ ദ ഫസ്റ്റ് ടേം ഈസ് എൻറ്റിറ്റി. നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ, ഞാൻ എന്നൊരു ഇൻഡിവിജ്വൽ, ഓരോ മനുഷ്യർക്കും ഓരോ വ്യക്തിത്വമുണ്ട് അല്ലേ. നിങ്ങൾ ഓരോരുത്തരും അറിയപ്പെടുക നിങ്ങളുടെ പേരിലായിരിക്കും. അതേപോലെ തന്നെയാണ് ഒരു ബിസിനസ് ഫേമും. ഒരു ബിസിനസ് ഫേം അറിയപ്പെടുന്നത് അതിൻ്റെ പേരിലാണ്. അതിൻ്റെതായ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ടാവും. നമുക്ക് നമ്മളെ ഒരു പേര് വിളിച്ചിട്ടാണ് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതേപോലെ ഓരോ ഫേമിനും ഓരോ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ നെയിംസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് എൻറ്റിറ്റി മീൻസ് ഇറ്റ് ഈസ് എ റിയാലിറ്റി വിച്ച് ഹാസ് ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. അതായത് ഒരു ബിസിനസ് ഫേമിന് ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു റിയാലിറ്റിയാണ് എന്ത് ഓരോ ബിസിനസ് ഫേംസും. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ഗ്രോസറി ഷോപ്പ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആവട്ടെ, ഒരു ഹൈപ്പർ മാർക്കറ്റ് ആവട്ടെ, നമ്മൾ അതിൻ്റെ പേര് വിളിച്ചാണ് അറിയപ്പെടുക അല്ലേ. നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്തു എന്നാണ് പറയുക, അല്ലാതെ അതിൻ്റെ ഓണേഴ്സിനെ കുറിച്ചല്ല പറയുക. അവിടുന്ന് നമ്മൾ പർച്ചേസ് ചെയ്തു, ഞാൻ അവിടെ ഇത്ര കൊടുക്കാനുണ്ട് ആ ഒരു ഷോപ്പിൽ. ഇപ്പോൾ ABC ഷോപ്പാണെങ്കിൽ, ഒരു ABC കിഡ്സ് വെയർ ആണെങ്കിൽ, ഞാൻ അവിടെ ABC കിഡ്സ് വെയറിൽ ഞാൻ ഇത്ര കൊടുക്കാനുണ്ടെന്ന് പറയാം. നമ്മൾ ആ ഒരു ഷോപ്പിനെ ഒരു സെപ്പറേറ്റ് ഒരു വ്യക്തി എന്ന നിലയിലാണ് കാണുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ വ്യക്തി എന്ന് പറയാം. അപ്പോൾ ഇറ്റ് മീൻസ് എൻറ്റിറ്റി മീൻസ് എ റിയാലിറ്റി വിച്ച് ഹാസ് സെപ്പറേറ്റ് ഓർ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. നമ്മളൊരു ബിസിനസ് ഫേം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഐഡൻറ്റിഫയബിൾ ഫേം ആണ്. നമുക്ക് ആ ഒരു പേര് വെച്ചിട്ട് ആ ഒരു എൻറ്റിറ്റിയുടെ നെയിം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടിങ് ചെയ്യുന്നത് ഓരോ എൻറ്റിറ്റി, ഓരോ ബിസിനസ് ഫേമിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് എൻറ്റിറ്റിയാണ്. അത് വെച്ചിട്ടാണ് അവർ പുറത്തുള്ള ഔട്ട്സൈഡ് ആയിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴും എല്ലാം നമുക്ക് എൻറ്റിറ്റി എന്ന ടേം നമ്മൾ യൂസ് ചെയ്യും. നെക്സ്റ്റ് ടേം ഈസ് ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻസ് എന്നുള്ള ടേം നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയത് മുതൽ കേൾക്കുന്നതാണ്. ബിസിനസ് ട്രാൻസാക്ഷൻസ്, മോണിറ്ററി വാല്യൂയുടെ ട്രാൻസാക്ഷൻസ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അങ്ങനെ ഈ ഒരു ടേം കുറേ പ്രാവശ്യം കേട്ടൊരു ടേമാണ്. അപ്പോൾ ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇവൻറ്റ്സ് ഓർ എക്സ്ചേഞ്ച് ഓഫ് സംതിങ് ഓഫ് വാല്യൂ. നമുക്ക് മണി വാല്യൂവിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എന്തിനേയും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിനാണ് നമ്മൾ പറയുക ട്രാൻസാക്ഷൻസ് എന്ന് പറയുക. നമ്മൾ നാട്ടിൽ തന്നെ ഇടപാടുകൾ നടത്തുമെന്ന് പറയും. അപ്പോൾ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങുന്നു, പർച്ചേസ് ചെയ്യുന്നു, ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ. അതിന് പകരമായി എന്ത് ചെയ്യും, ഞാൻ അയാൾക്ക് മണി ക്യാഷ് കൊടുക്കും അല്ലേ. റുപ്പീസിലാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോളർ, അങ്ങനെ ഏതെങ്കിലും എമൗണ്ട് ആവാം. പക്ഷെ എന്ത് ചെയ്യണം, അതൊരു മണി വാല്യൂവിൽ നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റണം. സോ ട്രാൻസാക്ഷൻസ് ആർ exchange or events that are measured in the money value. It has some values that can be measured in money value. നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്തും. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ഡീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക, ഗുഡ്സ് സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ സർവീസസ് കൊടുക്കുക, അതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് അവിടെ ഓരോ ദിവസവും ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി ക്യാഷ് ട്രാൻസാക്ഷൻസ് ഓർ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് നടത്തുന്ന ട്രാൻസാക്ഷൻസിനാണ് നമ്മൾ എന്ത് പറയുക, ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. നേരെ മറിച്ച് ഇൻ സം കേസസ് നമ്മൾ ആ സമയത്ത് ക്യാഷ് കൊടുത്തില്ല എന്ന് വരാം, പിന്നെ അത് ക്രെഡിറ്റ് ആയിട്ട് വെക്കും. കടമായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നതാണ് എന്ത്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. അവിടെ നമ്മൾ പിന്നെ ഒരു ദിവസത്തേക്ക് ഒരു പ്രത്യേക ഡേറ്റിനേക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ക്യാഷ് നൽകുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അഗ്രിമെൻറ്റ് ചെയ്യാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. എന്താണോ ഗുഡ്സ് ആണോ സർവീസ് ആണോ അതിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ബട്ട് അതിൻ്റെ എമൗണ്ട്, അതിൻ്റെ മണി എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കൊടുക്കുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് അഗ്രീഡ് ടു ബി പെയ്ഡ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആവാം, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആവാം. അതാണ് ട്രാൻസാക്ഷൻസിൽ പറയുന്നത്. ദ തേർഡ് ടേം ദാറ്റ് വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ഈസ് അസെറ്റ്സ്. അസെറ്റ്സ് എന്ന് പറയുമ്പോൾ ഓരോ ബിസിനസ് ഫേമിൻ്റെയും സമ്പാദ്യം എന്ന് പറയും നമ്മൾ. അതായത് അവരെന്താണോ മണി വാല്യൂയിലേക്ക് അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന, അത് ഒരുപക്ഷെ പിന്നെ പ്രോപ്പർട്ടീസ് ആവാം, അല്ലെങ്കിൽ പൊസിഷൻസ് ആവാം, എന്താണോ അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അതിനാണ് പൊതുവേ അസെറ്റ്സ് എന്ന് പറയാം.
അസറ്റ്സ് ആർ എക്കണോമിക് റിസോഴ്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻസ് ദാറ്റ് ജനറേറ്റ് ഇൻകം. അതിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് വരുമാനം ഉണ്ടാവുന്നുണ്ട്. ഇറ്റ് മേ ബി മെറ്റീരിയൽ തിങ്സ് ഓർ ഇറ്റ് മേ ബി പൊസിഷൻസ് ഓർ ഇറ്റ് മേ ബി പ്രോപ്പർട്ടീസ് ഓർ ക്യാഷ് ഓൺ ടു ദാറ്റ് പ്രോപ്പർട്ടീസ്. അപ്പോൾ അസറ്റ്സ് നമ്മൾ ബിസിനസ്സിൽ കയ്യിലുള്ള എനി ഐറ്റംസ് ഓഫ് വാല്യൂവിനാണ് നമ്മൾ പൊതുവേ പറയുന്നത് അസറ്റ്സ് എന്ന് പറയുക. ശരിക്കും അസറ്റ്സ് ആണ് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഒരു അസറ്റ്സിൻ്റെ വാല്യൂ നോക്കിയിട്ടാണ്. എത്രമാത്രം അസറ്റ്സ് അവരുടെ കയ്യിൽ കപ്പാസിറ്റി ഉണ്ട് നോക്കിയിട്ടാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. സോ അസറ്റ്സ് ആർ എക്കണോമിക് റിസോഴ്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ ഓഫ് ആൻ എൻറ്റിറ്റി. ഇറ്റ് മേ ബി മെറ്റീരിയൽ തിങ്സ്, ഇറ്റ് മേ ബി പൊസിഷൻസ് ഓർ ഇറ്റ് മേ ബി പ്രോപ്പർട്ടീസ് ഓർ ഇറ്റ് മേ ബി ക്യാഷ് ഓൺ ടു ദാറ്റ് പ്രോപ്പർട്ടീസ്. ദാറ്റ് ഈസ് കോൾഡ് ആൻ അസറ്റ്സ്. അസറ്റ്സ് തന്നെ ഒരുപാട് തരത്തിലുള്ള അസറ്റ്സ് ഉണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസറ്റ്സ്. ദാറ്റ് ഈസ് ടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഫിക്സ്ഡ് അസറ്റ്സ്, കറണ്ട് അസറ്റ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ദർ ഫോർ അസറ്റ്സ്. നമുക്ക് ഇതിൻ്റെ based on nature of assets we can classify assets into different categories. അപ്പോൾ അസറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ് ഇത്. ഫസ്റ്റ് വൺ ഈസ് ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. Then the second classification is fixed or current assets. ഇതിൽ ഫസ്റ്റ് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ അസറ്റ്സിൻ്റെ പ്രോപ്പർട്ടി ബേസിലാണ് നമ്മളത് ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ടാഞ്ചിബിൾ പ്രൊഡക്ട്സും അല്ലെങ്കിൽ ടാഞ്ചിബിൾ ഒബ്ജക്ട്സും ഇൻടാഞ്ചിബിൾ ഒബ്ജക്ട്സ് എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് ടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ വിച്ച് വി ക്യാൻ സീ, ടച്ച് ആൻഡ് ഫീൽ ആണ്. പിന്നെ നേരെ മറിച്ച് ഇൻടാഞ്ചിബിൾ ഐറ്റംസ് എന്ന് പറയുമ്പോൾ ദാറ്റ് കാൻ ബി സീൻ ഓർ നമുക്കത് കാണാൻ പറ്റില്ല, അത് ടച്ച് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഓൺലി വി ക്യാൻ ഫീൽ ഇറ്റ്. അതിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം, ബട്ട് വി ക്യാൻ സീ ഓർ ടച്ച് ഇറ്റ്. നമ്മളിപ്പോൾ എയറൊക്കെ പോലെ അതേപോലെ തന്നെയാണ് അസറ്റ്സിൽ ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും ഉണ്ട്. ടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കമ്മോഡിറ്റി ആയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതായത് ഇൻ കേസ് ഓഫ് ഫർണിച്ചർ, ഇപ്പോൾ ഒരു ഷോപ്പിൽ ഒരു ഫർണിച്ചർ ഉണ്ടെങ്കിൽ ആ ഫർണിച്ചർ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ എക്സാമ്പിൾ ഓഫ് ടാഞ്ചിബിൾ അസറ്റ്. ലാൻഡ്, പിന്നെ പ്ലാന്റ്, മെഷീനറി, ഇതൊക്കെ എന്താണ് ടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ എന്താണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് അസറ്റ്സ് ആണ്, ബട്ട് വി കാൻ സീ ദാറ്റ് അസറ്റ്സ്. ഇപ്പോൾ ഇൻ കേസ് ഓഫ് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ഗുഡ് വിൽ, നമുക്കറിയാം ചില ഫേംസിന് നല്ല ഗുഡ് വിൽ ഉണ്ടാവും. നമ്മൾ അതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് പറയാതെ തന്നെ, അഡ്വർടൈസ്മെൻറ്റ് ഇല്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, വാങ്ങും. അപ്പോൾ ആ ഒരു കമ്പനി ഏൺ ചെയ്ത ഗുഡ് വിൽ, നമ്മൾ ആ ഫേമിനെ അതിൻ്റെ പ്രൊഡക്ട്സ് നമ്മൾ ട്രസ്റ്റ് ചെയ്യും. അപ്പോൾ അവർ ഏൺ ചെയ്തൊരു ഗുഡ് വില്ലാണ്. ഗുഡ് വിൽ എന്ന് പറയുന്നത് 1-2 വർഷം കൊണ്ട് ഉണ്ടാവുന്നതല്ല, ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഒരു ഫേം അറ്റൈൻ ചെയ്യുന്ന ഒന്നാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗുഡ് വില്ല് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് അസറ്റ് ഫോർ എവരി ബിസിനസ് എൻ്റർപ്രൈസ്. ശരിക്കും ഒരു കമ്പനി ഇപ്പോൾ വിൽക്കുകയോ ഒരു ബിസിനസ് ഫേം വിൽക്കുമ്പോൾ അതിൻ്റെ ഗുഡ് വില്ലിൻ്റെ വാല്യൂ കൂടെ എന്ത് ചെയ്യും, അവർക്ക് കിട്ടും. അത് നമ്മളെ ബാലൻസ് ഷീറ്റിലും നമ്മൾ അസറ്റ്സിൻ്റെ കൂടെ മാർക്ക് ചെയ്യും ഗുഡ് വില്ല് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ട്രേഡ് മാർക്ക്. ഓരോ കമ്പനിക്കും അതിൻ്റെതായ ട്രേഡ് മാർക്ക് ഉണ്ടാവും. നമ്മൾ ചില ബ്രാൻഡുകളൊക്കെ നമ്മൾ പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. അതും എന്താണ് ഒരു എക്സാമ്പിൾ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അതേപോലെ വേറൊരു എക്സാമ്പിളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സിനുള്ള വേറൊരു എക്സാമ്പിളാണ് ഈ ഡെപ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിന് കിട്ടാനുള്ള എമൗണ്ട്, അതും എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ഫിക്സ്ഡ് ഓർ കറണ്ട് അസറ്റ്സ്. ഈ ഫിക്സ്ഡ് അസറ്റ്സ് ഓർ കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ അസറ്റിൻ്റെ യൂസ് ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഫിക്സ്ഡ് അസറ്റ് മീൻസ് അത് ഒരു ലോങ്, പിന്നെ ഷോർട്ട് പീരീഡ് ആയിട്ടില്ല, മറിച്ച് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. നമ്മൾ ഈ ഫിക്സ്ഡ് അസറ്റ്സ് ഇറ്റ് ജനറേറ്റ് ഇൻകം ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ദാറ്റ് മീൻസ് അസറ്റ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം, ദാറ്റ് മീൻസ് ഓവർ 1 ഇയർ. ഈ 1 ഇയറിന് മേലെ നമ്മൾ ഉപയോഗിക്കുന്ന അസറ്റ്സിനാണ് നമ്മൾ പറയാം ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് പറയാം. നമ്മൾ ബാങ്കിലൊക്കെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയാം. അതൊരു ചുരുങ്ങിയ കാലത്തേക്കായിരിക്കില്ല, മറിച്ച് ഇത് ഫോർ എ ലോങ് പീരീഡ് ആണ്. അതേപോലെ തന്നെയാണ് ഇതിൽ ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. നമുക്കത് ഈ ഫിക്സ്ഡ് അസറ്റ്സ് നമ്മൾ ഒരിക്കലും സെയിൽ ചെയ്യാനല്ല വാങ്ങുന്നത്. നമ്മൾ അവിടുത്തെ ഏതാണോ ബിസിനസ് എൻറ്റിറ്റി അവിടുത്തെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ്, അതായത് മറ്റ് ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങുന്ന അസറ്റ്സ് ആണ് ഫിക്സ്ഡ് അസറ്റ്സ്. ഫിക്സ്ഡ് അസറ്റ്സ് നെവർ മീൻ ഫോർ സെയിൽ, ഇറ്റ് ഈസ് ഓൺലി ജനറേറ്റ് ഇൻകം. പിന്നെ ഈ ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ പർച്ചേസ് ഇൻ ലാർജർ എമൗണ്ട് ആയിരിക്കും. നമ്മളത് വാങ്ങുമ്പോൾ പൊതുവേ ഹൈ കോസ്റ്റ് വരുന്നതായിരിക്കും പൊതുവേ ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ചെറിയ കാരണം
നമുക്കത് കുറേ കാലത്തേക്ക് വേണം, ഫോർ എ ലോങ് ഡ്യൂറേഷന് നമുക്ക് എന്ത് വേണം, ഈ ഫിക്സ്ഡ് അസറ്റ്സ് വേണം. അപ്പോൾ ഈ ഫിക്സ്ഡ് അസറ്റ്സ് തന്നെ ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും ഉണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ടാഞ്ചിബിൾ അസറ്റ്സ് എന്താണെന്നും ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്താണെന്നും നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതേപോലെ തന്നെ ഫിക്സ്ഡ് അസറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒന്നാണ്. ഇപ്പോൾ ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അസറ്റ്സ് ദാറ്റ് വി ക്യാൻ, അതിനൊരു എക്സിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ. നേരെ മറിച്ച് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആകുമ്പോൾ ഇറ്റ് ഡസൻറ്റ് ഹാവ് ആൻ എക്സിസ്റ്റൻസ്. നമ്മൾ നേരത്തെ എക്സാമ്പിൾസ് പറഞ്ഞു. ഇപ്പോൾ ടാഞ്ചിബിൾ അസറ്റ്സ് നമ്മൾ പറഞ്ഞു എക്സാമ്പിൾസ് ലാൻഡ്, പിന്നെ പ്ലാന്റ്, മെഷീനറി, ബിൽഡിംഗ്, ഇതൊക്കെയാണ് എന്ത് ടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതേപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗുഡ് വിൽ, പിന്നെ പാറ്റന്റ്, ഗുഡ് വില്ല്, ഇതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ഫിക്സഡ് അസറ്റ്സിൽ ഇൻടാഞ്ചിബിളും ടാഞ്ചിബിളും അസറ്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഉള്ളതാണ് വേസ്റ്റിംഗ് അസറ്റ്സ്. വേസ്റ്റിംഗ് അസറ്റ്സ് മീൻസ് അസറ്റ്സ് വിച്ച് ഗെറ്റ് എക്സോസ്റ്റഡ് ബൈ ദ എക്സസ് യൂസ് ഓഫ് ഇറ്റ്. നമ്മളത് യൂസ് ചെയ്യുന്തോറും അത് കുറഞ്ഞു വരുന്ന അസറ്റ്സിനാണ് നമ്മൾ പൊതുവേ പറയുക വേസ്റ്റിംഗ് അസറ്റ്സ്. അപ്പോൾ അതൊരു അങ്ങനെയുള്ള അസറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കാം. പക്ഷേ അങ്ങനെയുള്ള അസറ്റ്സ് ആണ് നമ്മുടെ മൈൻസ്, ക്വാറീസ് ഒക്കെ. നമ്മളത് നമുക്ക് ശരിക്കും അത് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്കണോമിക് റിസോഴ്സ് ആണ്. ബിസിനസ് എൻറ്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്കണോമിക് റിസോഴ്സ് ആണ്. പക്ഷെ നമ്മൾ അത് എത്ര യൂസ് ചെയ്യുന്നോ അത്രയും അതെന്ത് ചെയ്യും, എക്സോസ്റ്റ് ചെയ്യും, അത് കുറഞ്ഞു വരും. അതാണ് വേസ്റ്റിംഗ് അസറ്റ്സ്. പിന്നുള്ളതാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ച്വൽ എമൗണ്ട് അല്ല. പക്ഷെ നമ്മൾ ടെക്നിക്കൽ പിന്നെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന അസറ്റ്സ് ആണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അത് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻസ് ഒക്കെ പോലെയുള്ള അത് നിങ്ങൾക്ക് പ്രോബ്ലം പഠിക്കുമ്പോൾ അതൊരു ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ള വരുന്നതാണ് നമ്മൾ അസറ്റ്സിൽ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞതാണ് കറണ്ട് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ്സ് പറഞ്ഞു, ഫിക്സ്ഡ് അസറ്റ്സിൽ ഈ ടോപ്പിക്സ് പറഞ്ഞു. പിന്നെ വരുന്നതാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഫോർ എ ഷോർട്ടർ പീരീഡ്. ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ഫോർ എ ഷോർട്ട് പീരീഡ്, ദാറ്റ് മീൻസ് ലെസ് ദാൻ 1 ഇയർ. നമ്മൾ 1 ഇയറിനുള്ളിൽ ഉപയോഗിക്കുന്ന അസറ്റ്സിനാണ് നമ്മൾ പറയുന്നത് കറണ്ട് അസറ്റ്സ് എന്ന് പറയാം. ഈ കറണ്ട് അസറ്റ്സ് ആർ മെയിൻലി ഫോർ സെയിൽ പർപ്പസ്. അത് മെയിൻലി വിൽക്കുകയായിരിക്കും നമ്മൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മേജർ എക്സാമ്പിൾ ഓഫ് കറണ്ട് അസറ്റ്സ് ആർ ക്യാഷ് ആൻഡ് ഡെറ്റേഴ്സ്. ഇപ്പോൾ ക്യാഷ് നമുക്കൊരു കറണ്ട് അസറ്റാന്ന് പറയാം. അതായത് ക്യാഷ് നമ്മൾ എന്ത് ചെയ്യും, ഒരിക്കലും നമ്മുടെ കയ്യിൽ അതിങ്ങനെ കുറേ കൊല്ലത്തേക്ക് വെക്കില്ല. അത് അടുത്തൊരു പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. പിന്നെയും അത് ഇൻകം ജനറേറ്റ് ചെയ്യും. നെക്സ്റ്റ് പിന്നെയും നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് പിന്നെയും ക്യാഷ് കിട്ടും. അപ്പോൾ അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ കറണ്ട് അസറ്റിൻ്റെ മറ്റൊരു പേരാണ് ഫ്ലോട്ടിംഗ് അസറ്റ്സ് എന്ന് പറയും. കറണ്ട് അസറ്റ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഫ്ലോട്ടിംഗ് അസറ്റ്സ്. അതായത് അതെന്ത് ചെയ്യാണ്, ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാണ്. കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി ഇത് ഒരു ഇയറിൽ അവിടെ നടക്കുന്ന സെയിലുമായി ബന്ധപ്പെട്ട അവിടെ സ്റ്റോക്കുള്ള നമ്മളെ ഈ സ്റ്റോക്ക് പറയും, ക്യാഷ് പറയാം, ഡെറ്റേഴ്സ് പറയാം. അതൊക്കെയാണ് പൊതുവേ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അസറ്റ്സിന് പറയുന്നൊരു പേരാണ് ഫ്ലോട്ടിംഗ് അസറ്റ്. ഫ്ലോട്ടിംഗ് അസറ്റ് എന്ന് മാത്രമല്ല മറ്റൊരു പേര് കൂടെ ഉണ്ട്, സർക്കുലേറ്റിംഗ് അസറ്റ്സ് എന്ന് പറയും. അതായത് സർക്കുലേറ്റിംഗ് അസറ്റ്സ് ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇത് പറയാനുള്ള കാരണം ഈ കറണ്ട് അസറ്റ്സ് ആർ അക്വയർഡ് വിത്ത് എ വ്യൂ ടു കൺവേർട്ടിംഗ് ദം ഇൻ ടു ക്യാഷ് ഓർ യൂസിങ് ദം ഡ്യൂറിങ് എൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഒന്നുകിൽ നമ്മളത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യും. ഈ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് നോർമലി 1 ഇയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫ്ലോട്ടിംഗ് അസറ്റ്സ് എന്നും സർക്കുലേറ്റിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. So these are the classifications of assets, that is tangible and intangible assets, then fixed assets and current assets. Fixed assets തന്നെ നമുക്ക് again classified into tangible and intangible. Tangible ന്റെ എക്സാമ്പിൾ ആണ് ലാൻഡ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ എക്സെട്ര. ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് ഗുഡ് വിൽ, ട്രേഡ് മാർക്ക്, അതുപോലെയുള്ളത്. പിന്നെ ഉള്ളതാണ് വേസ്റ്റിംഗ് അസറ്റ്സ്. വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് വെച്ചാൽ അസറ്റ്സ് which get exhausted while using over a period of time. Next is fictitious asset. It is not an actual asset but it is shown in the books of account for the technical balancing. Next is current assets. Current assets means assets for a
shorter period of time, that is assets acquired for with a motive to convert them into cash or to use them during an accounting period, and it is mainly floating, that means this is converted into cash then again converted into goods, so it is called floating assets or circulating assets. The next common term used in accounting is liabilities. Liabilities എന്ന് പറയുമ്പോൾ it is just opposite of assets. Assets എന്ന് പറയുന്നത് നമുക്ക് എക്കണോമിക് റിസോഴ്സ് ആയിരുന്നു. അപ്പോൾ liabilities എന്ന് പറയുമ്പോൾ it is obligations or debts that business has to pay sometimes in the future. നമ്മൾ ബിസിനസ് പുറത്തുള്ള ഒരാൾക്ക് ഓ ചെയ്യുന്ന ഒന്നിനാണ് നമ്മൾ പറയുക liabilities എന്ന് പറയുക. It is obligations or debt that business owes to outside persons. It's really an amount business owes to ഔട്ട്സൈഡ് പേഴ്സൺ ആണ്. അങ്ങനെ നമ്മളൊരു കടം നമുക്ക് വരിക എപ്പോഴാണ്? മേ ബി വെൻ ദേ മണി ബോറോഡ്. നമ്മൾ ഒരു പുറത്തു നിന്നൊരു മണി ബോറോ ചെയ്താൽ കടം വാങ്ങിയാലാണ് മെയിനായിട്ട് നമുക്ക് അവിടെ ഒരു ലോൺ, മേ ബി ലോൺ എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സണിൻ്റെ അടുത്ത് വേറെ രീതിയിൽ നമ്മൾ ബോറോ ചെയ്യുന്നതായിരിക്കാം. കാരണം ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് പേഴ്സണും പുറത്തുനിന്ന് കടം വാങ്ങാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ദർ അറൈസ് liabilities. Also it may be credit transactions. That means we are purchasing goods or service, or we are rendering services in a credit basis. നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഫേം അയാൾ എന്ത് ചെയ്തു, കുറച്ച് ഗുഡ്സ് വാങ്ങി, നമ്മുടെ സപ്ലയേഴ്സിൽ നിന്ന് റോ മെറ്റീരിയൽസ് ആവാം, അല്ലെങ്കിൽ നമുക്ക് സെയിൽ വേണ്ട ഗുഡ്സ് ആവാം, അത് വാങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്തു, അപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ക്രെഡിറ്റ് എഴുതുകയാണ്. ആ ഒരു ക്രെഡിറ്റ് നമുക്ക് എന്താണ്, ഒരു ലാബിലിറ്റിയാണ്. നമ്മൾ കൊടുത്തു വീട്ടേണ്ട സം ടൈം ഇൻ ഫ്യൂച്ചർ. അയാൾ എപ്പോഴാണോ ആവശ്യപ്പെടുന്നതോ അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ സമയം പറഞ്ഞത് ആ ഒരു സമയത്ത് കൊടുത്തു വീട്ടേണ്ട ഒരു എമൗണ്ട് ആണ് ഈ ക്രെഡിറ്റ് പർച്ചേസിൽ വരുന്നത്. അതേപോലെ തന്നെയാണ് സർവീസസ്. നമ്മളൊരു പുതിയ ഫാക്ടറി എന്തെങ്കിലും തുടങ്ങി, അതിന് കുറച്ച് റിപ്പയർമെൻറ്റ് വർക്കൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് പെയിൻറ്റിങ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സർവീസിന് വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പാടാക്കി, അല്ലെങ്കിൽ ഒരു ഫേമിനെ ഏർപ്പാടാക്കി. നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു സർവീസ് ചാർജ് അവർക്ക് കൊടുത്തിട്ടില്ല. ആ ഒരു സർവീസ് ചാർജ് ഫ്യൂച്ചറിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് വെക്കുമ്പോൾ അവിടെ ദർ അറൈസ് എ ലാബിലിറ്റി. അതാണ് ലാബിലിറ്റീസ് പറയുന്നത്. ലാബിലിറ്റി മീൻസ് ഇറ്റ് ഇസ് എൻ എമൗണ്ട് ബിസിനസ് ഓസ് ടു ഔട്ട്സൈഡ് പേഴ്സൺസ്. ഔട്ട്സൈഡിൽ ഒരാൾക്ക്, ബിസിനസ്സിൻ്റെ പുറത്തുള്ള ഒരാൾക്ക് ഓ ചെയ്യുന്നതാണ് ലാബിലിറ്റീസ്. അപ്പോൾ ഈ ലാബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ക്ലെയിം ടു ഔട്ട്സൈഡ്. അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലെയിം ആണ് എന്ത്, ക്ലെയിം ഓൺ ബിസിനസ് ഫേംസ് അസറ്റ്. അയാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് ആ ഒരു എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അസറ്റ്സ് വെച്ചിട്ട് അയാൾക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് കോൾഡ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്നറിയപ്പെടുന്ന കാരണം ക്രെഡിറ്റേഴ്സ് ക്യാൻ ക്ലെയിം ഓൺ, ദേ ഹാവ് എ ക്ലെയിം ഓൺ ബിസിനസ് ഫേംസ് അസറ്റ്സ്. അപ്പോൾ ഈ ലാബിലിറ്റീസ് തന്നെ നമ്മൾ അസറ്റ്സ് പോലെ തന്നെ ലാബിലിറ്റീസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കറണ്ട് ലാബിലിറ്റി ആൻഡ് ലോങ് ടേം ലാബിലിറ്റി, ലോങ് ടേം ഓർ ഫിക്സ്ഡ് ലാബിലിറ്റി. അപ്പോൾ കറണ്ട് ലാബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കറണ്ട് അസറ്റ്സ് പോലെ തന്നെ ഇറ്റ് ഈസ് ഫോർ എ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം. ദാറ്റ് മീൻസ് ദിസ് എമൗണ്ട് ഡ്യൂ ആൻഡ് പേയബിൾ വിത്തിൻ എ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം. ദാറ്റ് മേ ബി മെയിൻലി വിത്തിൻ 1 year. ദാറ്റ് ഈസ് ദ അക്കൗണ്ടിങ് പീരീഡ്. ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് 1 year ആണ്. അപ്പോൾ 1 yearനുള്ളിൽ നമ്മൾ കൊടുത്തു വീട്ടേണ്ട ലാബിലിറ്റീസിനാണ് നമ്മൾ എന്ത് പറയുക, കറണ്ട് ലാബിലിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ലാബിലിറ്റീസ് എന്ന് പറയാം. അപ്പോൾ ഷോർട്ട് ടേം ലാബിലിറ്റീസ് എന്ന് പറയുമ്പോൾ മെയിൻലി ഇറ്റ് മേ ബി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ ഓർ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ക്രെഡിറ്റേഴ്സിനാണ് ഇവിടെ. കറണ്ട് ലാബിലിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ക്രെഡിറ്റേഴ്സ് ആണ്. പിന്നെ ബിൽസ് പേയബിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം വാങ്ങി, നമ്മളൊരു സപ്ലയറുടെ അടുത്ത് നിന്ന് വാങ്ങി, അപ്പോൾ വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവർക്കൊരു ബിൽസ്, ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് അയാൾക്ക് കൊടുക്കുകയാണ്. ആ ഒരു ഡോക്യുമെൻ്റ്, ഒരു പേപ്പർ, ഒരു എൻഷുർ, അവർക്ക് ഒരു സെക്യൂരിറ്റി കൊടുക്കുകയാണ്. എപ്പോഴാണോ അയാൾ അതും കൊണ്ട് വരുന്നത്, റിസിപ്റ്റും കൊണ്ട് വരുന്നത്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എമൗണ്ട് പേ ചെയ്യണം. അതാണ് ബിൽസ് പേയബിൾ. ആ ബില്ലും കൊണ്ട് അയാൾ വരുമ്പോൾ അത് നമ്മൾ പേ ചെയ്യണം. അതാണ് ബിൽസ് പേയബിൾ. അപ്പോൾ ബിൽസ് പേയബിൾ എന്താണ്, ഇറ്റ് ഇസ് എ എക്സാമ്പിൾ ഓഫ് കറണ്ട് ലാബിലിറ്റി. നമ്മൾ നേരത്തെ അസറ്റ്സിൽ, കറണ്ട് അസറ്റ്സിൽ ഇതേപോലെ ബിൽസ് റിസീവബിൾസ് ഉണ്ട്. ഈ ബിൽസ് പേയബിളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ത് ചെയ്യണം, നമുക്ക് ഒരാൾ നമ്മൾ സാധനം വിറ്റ, അല്ലെങ്കിൽ നമ്മളെ ഒരു സെയിൽസ് എന്ത് ചെയ്യണം, അയാൾ കസ്റ്റമർ നമുക്കൊരു ബിൽസ് റിസീവബിൾ തരികയാണ്. അയാൾ അപ്പോൾ പണം തരുന്നില്ല, പകരം ബിൽസ് റിസീവബിൾ തരികയാണ്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ബിൽസ് പേയബിൾ. പിന്നെ ഉള്ളതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അക്കൗണ്ടിങ് തയ്യാറാക്കുമ്പോൾ, നമ്മൾ പൊതുവേ ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനമാണല്ലോ അക്കൗണ്ടിങ് തയ്യാറാക്കാം. ആ ഒരു സമയത്ത് എന്തുണ്ട്,
ഒരു എക്സ്പെൻസസ്, ശരിക്കും ആ എക്സ്പെൻസസ് ഇൻകേർഡ് ആണ് ബട്ട് നോട്ട് പെയ്ഡ്, എക്സ്പെൻസസ് ഇൻകേർഡ് ബട്ട് നോട്ട് പെയ്ഡ്. പക്ഷെ അങ്ങനെ പേ ചെയ്യാതെ നമ്മൾ എൻഗേർഡ്സ് ആയിട്ടുള്ള എക്സ്പെൻസിനാണ് നമ്മൾ പറയാം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ശരിക്കും അതൊരു ലാബിലിറ്റി ആണ്, കാരണം നമ്മൾ ഓൾറെഡി അത് പെയ്ഡ് ചെയ്യേണ്ടതായിരുന്നു ബട്ട് വി ഡിഡ്ന്റ് പേ ദാറ്റ്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കറണ്ട് ലാബിലിറ്റി. നെക്സ്റ്റ് വൺ ഈസ് ലോങ് ടേം ലാബിലിറ്റി. As the name suggests, it means the amount payable only after 1 year. അത് ഒരു ലോങ് ടേം ആയിട്ട് ഡ്യൂ ആയി ലോങ് ടേം ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ട ക്രെഡിറ്റ് അല്ലെങ്കിൽ ലാബിലിറ്റീസിനാണ് നമ്മൾ പറയുന്നത് ലോങ് ടേം ലാബിലിറ്റീസ്. ലോങ് ടേം ലാബിലിറ്റീസ് മെയിൻലി വരുന്നത് ഡിബെഞ്ചേഴ്സ് ആണ്. ഡിബെഞ്ചേഴ്സ് മീൻസ് ഈ ഡിബെഞ്ചേഴ്സ് നമ്മുടെ ഡെപ്റ്റേഴ്സ് പോലെ തന്നെ നമ്മൾ കടമായിട്ട് ഉള്ളതാണ്, പക്ഷേ അത് 1 ഇയറിന് ശേഷം എന്ത് ചെയ്താൽ മതി, നമ്മൾ കൊടുത്താൽ മതി. പിന്നെ ഉള്ളതാണ് ലോൺസ്, ബാങ്ക് ലോൺസ് നമ്മൾ എടുക്കും. അപ്പോൾ ആ ബാങ്ക് ലോൺസ് ഒക്കെ എന്താണ് ലോങ് ടേം ലാബിലിറ്റീൻ്റെ എക്സാമ്പിൾ ആണ്. സോ ഇതാണ് നമ്മൾ ലാബിലിറ്റീസ് പറഞ്ഞത്. ലാബിലിറ്റീസ് മീൻസ് ഒബ്ലിഗേഷൻസ് ഓർ ഡെറ്റ് ദാറ്റ് ബിസിനസ് ഓസ് ടു ഔട്ട്സൈഡ് പേഴ്സൺ. ഇറ്റ് ഈസ് ദൻ എമൗണ്ട് ദാറ്റ് ബിസിനസ് ഓൺ ടു outside person. It arises due to money borrowed or goods purchased on credit basis or transactions or that credit transactions or services rendered on credit basis. Pinne also known as creditors equity. There are two types of liabilities, that is current liability and long term liability. Current liability means for a this is due and paid during an accounting year, and long term liability means it is due and payable only after 1 year, that means for a long period of time. That is the next term is capital. Capital means the money or money's worth that an owner introduced or invested in the business. അതായത് അയാൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഈച്ച് ബിസിനസ്മാൻ അയാളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. അയാളാണ് ഫസ്റ്റ് അതിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അയാൾ ഇനീഷ്യൽ മുതൽ മുടക്ക് എടുക്കുന്ന ആരായിരിക്കും, അതിലെ ഓണറായിരിക്കും. അപ്പോൾ ആ ഓണർ ഒരു പക്ഷേ മണി ആയിരിക്കാം. മണി മീൻസ് ഇൻ ക്യാഷ്, ഇൻ റുപ്പീസ് ഓർ ഇൻ അതർ ഫോം ഓഫ് ക്യാഷ്, ഓർ മണീസ് വേർത്ത്. മണീസ് വേർത്ത് എന്ന് പറയുമ്പോൾ അത് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സം കൈൻഡ് ഓഫ് അസറ്റ്സ് ആവാം. അങ്ങനെ നമ്മൾ ഒന്നുകിൽ മണി ഓർ മണീസ് വേർത്ത്, അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി ഓർ മണീസ് വേർത്ത് ആണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മീൻസ് മണി ഓർ മണീസ് വേർത്ത് ദാറ്റ് ആൻ ഓണർ ഇൻവെസ്റ്റ് ഓർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ബിസിനസ്. സോ ഇറ്റ് ഈസ് കോൾഡ് ഓണേഴ്സ് ഇക്വിറ്റി. കാരണം ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയാൻ കാരണം ഇറ്റ് ഹാസ് എ ക്ലെയിം ഓൺ ഇറ്റ്. കാരണം അത് അയാളാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. സോ ഹി ഹാസ് എ claim on it. So capital is known as owner's equity. ശരിക്കും ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു വർക്കിങ്ങിൽ നോക്കുകയാണെങ്കിൽ, നമ്മൾ വർക്കിംഗ് ബിസിനസ് ഫോമിൽ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ മീൻസ് ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലാബിലിറ്റീസ്. നമ്മൾ നേരത്തെ അസറ്റ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ലാബിലിറ്റീസ് എന്താണെന്ന് പറഞ്ഞു. സോ ക്യാപിറ്റൽ ഈസ് ദ എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലാബിലിറ്റീസ്. അതായത് നമുക്ക് ഈ പറയുന്ന ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ് കൂട്ടിയാലാണ് നമുക്ക് അസറ്റ്സ് കിട്ടുക. എങ്കിലേ നമ്മൾ ബാലൻസ് ഷീറ്റ് ടാലി ആവും. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമ്മൾ ഈ ക്യാപിറ്റലും മറ്റെല്ലാം പോലെ തന്നെ ക്യാപിറ്റൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫിക്സ്ഡ് ക്യാപിറ്റൽ മീൻസ് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സ്ഡ് അസറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു മണി ഓർ മണീസ് വേർത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മണീസ് വേർത്ത് അതായത് അയാൾ ക്യാപിറ്റൽ എന്ത് ചെയ്തു, മണിക്ക് പകരം ക്യാഷിന് പകരം അയാൾ ഒരു ലോങ് ടേം ഫിക്സ്ഡ് അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റോ അങ്ങനെ എന്തെങ്കിലും അയാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് എ ഫിക്സ്ഡ് ക്യാപിറ്റൽ. ഫിക്സ്ഡ് അസറ്റ്സിൻ്റെ മേലെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് പറയാം. പിന്നെ ഉള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ഇറ്റ് ഈസ് നമ്മൾ ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന ഇറ്റ് ഈസ് നെറ്റ് കറണ്ട് അസറ്റ്സ്. നെറ്റ് കറണ്ട് അസറ്റ്സ് ആണ് ശരിക്കും എന്ത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റ്സ് ആണ്, നേരെ മറിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നെറ്റ് കറണ്ട് അസറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് ഈ നെറ്റ് കറണ്ട് അസറ്റ്സ്? നെറ്റ് കറണ്ട് അസറ്റ്സ് മീൻസ് ഇറ്റ് ഈസ് എക്സസ് ഓഫ് കറണ്ട് ലിയബിലിറ്റീസ് ഓർ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലിയബിലിറ്റി. അതായത് കറണ്ട് ലിയബിലിറ്റീസും നമ്മൾ നേരത്തെ ഇപ്പോൾ കറണ്ട് ലിയബിലിറ്റീസും ഉണ്ട് ബിസിനസ്സിൽ, കറണ്ട് അസറ്റ്സും ഉണ്ട് അല്ലേ. കറണ്ട് ലിയബിലിറ്റീസ് വെച്ചിട്ട് നമ്മൾ കറണ്ട് ലിയബിലിറ്റീസ് പേ ചെയ്യുന്നത് കറണ്ട് അസറ്റ്സ് വെച്ചിട്ടാണ്. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളത് മണി വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അസറ്റ്സ് ആണ് എന്ത് കറണ്ട് അസറ്റ്സ്. അപ്പോൾ കറണ്ട് അസറ്റ്സ് കറണ്ട് ലിയബിലിറ്റിനേക്കാളും കൂടുതൽ വരുന്ന കറണ്ട് അസറ്റ്സിനാണ് നമ്മൾ പറയുന്നത് നെറ്റ് കറണ്ട്
അസറ്റ്സ് എന്ന് പറയുന്നത്. ആ നെറ്റ് കറണ്ട് അസറ്റ്സ് ആണ് എന്ത്, പിന്നെ വർക്കിംഗ് capital. So this is the fifth term that we are going to study, that is capital. Capital means the amount or money or money's worth that is introduced by the owner in business, and it is also called owner's equity. Then capital is the excess of assets over liabilities. There are two types of capital, that is fixed capital and working capital. Next term is revenue. Revenues means earnings for a business. Simple ആയിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ്സിന് ലഭിക്കുന്ന ഏർണിങ്സിനാണ് നമ്മൾ പൊതുവെ റവന്യൂസ് എന്ന് പറയും. ഇറ്റ് ഈസ് ദ റവന്യൂ ഈസ് ഏർണിങ്സ് ഏൺഡ് ബൈ ദ ബിസിനസ് ബൈ സെല്ലിംഗ് ദെയർ പ്രൊഡക്ട്സ് ഓർ ബൈ പ്രൊവൈഡിങ് സർവീസസ്. ഒന്നുകിൽ അവരുടെ പ്രൊഡക്ട്സ് വിറ്റിട്ടോ അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡ്, എന്തിനാണോ ബിസിനസ് ഡീൽ ചെയ്യുന്നത് ആ ഒരു ഡീലിംഗ് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന ഏർണിങ്സിനെയാണ് നമ്മൾ റവന്യൂസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ടോട്ടൽ ഏർണിങ്സ്. ഈ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ആണ് സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് മീൻസ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. നമ്മുടെ ഒരു സാധനം വിൽക്കുന്നതിനാണ് നമ്മൾ സെയിൽസ് എന്ന് പറയാം. സെയിൽസ് അപ്പോൾ ഒന്നുകിൽ സെയിൽസ് ആവാം, അല്ലെങ്കിൽ ഫീസ് ആവാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആവാം, അല്ലെങ്കിൽ കമ്മീഷൻ റിസീവ്ഡ് ആവാം, റെൻറ്റ് റിസീവ്ഡ് ആവാം. ചിലപ്പോൾ ചില ഫേംസിനൊക്കെ ഓവർ ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ അവർ ആ ബിൽഡിംഗ് റെൻറ്റിന് കൊടുക്കും. ആ റെൻറ്റ് റിസീവ്ഡ് ഇറ്റ് ഈസ് എ ഫോം ഓഫ്, ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻകം അല്ലേ. അപ്പോൾ ബിസിനസ്സിന് കിട്ടുന്ന ഒരു ഏർണിങ്സ് ആണ് ആ റെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏർണിങ്സിനാണ് പൊതുവെ നമ്മൾ റവന്യൂ എന്ന് പറയുക. റവന്യൂ മീൻസ് the earnings business earns by selling their products or by providing services. It is called a revenue. It's called revenue. So it is in recurring nature. അതിങ്ങനെ റിക്കർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അത് മാത്രമല്ല നമ്മൾ പറഞ്ഞു മേജർ സോഴ്സ് ഓഫ് റവന്യൂ ആണ് സെയിൽസ് എന്ന് പറയുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് റവന്യൂ ബട്ട് ദ മേജർ സോഴ്സ് ഈസ് സെയിൽസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എക്സ്പെൻസസ്. ഈ റവന്യൂവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായ എക്സ്പെൻസസ്. റവന്യൂ നമുക്ക് വരുമാനമാണെങ്കിൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് ചിലവാണ് അല്ലേ. വരവും ചിലവും നമ്മൾ നോക്കണം. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഇൻകേർഡ് ഫോർ അറ്റൈനിങ് ദീസ് റവന്യൂ. നമ്മൾ ഈ റവന്യൂ നമ്മൾ നേടാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയും. ഈ റവന്യൂ നമുക്കൊരു ബിസിനസ്സിൽ പെട്ടെന്ന് ഒന്നും ചെയ്യാതെ റവന്യൂ കിട്ടില്ല അല്ലേ. നമ്മളിപ്പോൾ സെയിൽസിനാണെങ്കിൽ ആ സെയിൽസ് ഇപ്പോൾ ഗുഡ്സ് വാങ്ങണം, ഗുഡ്സ് കൊണ്ടുവരുന്ന എക്സ്പെൻസ് ഉണ്ടാവാം. പിന്നെ അവിടെ മാനുഫാക്ചറിങ് ആണെങ്കിൽ ആ മാനുഫാക്ചർ ചെയ്യുന്ന എക്സ്പെൻസസ് ഉണ്ടാവാം. പിന്നെ ഇപ്പോൾ സെയിൽസ് തന്നെയാണെങ്കിൽ അതിന് ഡെലിവറി ചാർജ് ഉണ്ടാവാം, അതിന് വേണ്ട വെഹിക്കിൾ ചാർജ് ഉണ്ടാവാം, പിന്നെ അതിനുള്ള അവർക്ക് സാലറി കൊടുക്കണം. അങ്ങനെ ഒരുപാട് എക്സ്പെൻസസ് ഉണ്ടാവും. ഈ ഗുഡ്സുമായി ഡീൽ ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്ക് സാലറി കൊടുക്കണം. അങ്ങനെ ദർ ഇൻക്ലൂഡ്സ് എ ലോട്ട് ഓഫ് എക്സ്പെൻസസ് ഫോർ ഏർണിംഗ് റവന്യൂ. അങ്ങനെ നമ്മൾ the cost incurred for earning revenue is called expenses. So it is expressed in services used. That means സർവീസസ് യൂസ്ഡ് ഒന്നുകിൽ നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുക സർവീസസ് യൂസ്ഡ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് അതായത് സാലറി, വേജസ് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന അവരുടെ സർവീസിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത് സാലറി, വേജസ് എക്സെട്ര. പിന്നെ റെൻറ്റ് ഒരു ബിൽഡിംഗ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അതിന് റെൻറ്റ് കൊടുക്കും. ഇറ്റ് ഈസ് എ എക്സാമ്പിൾ ഓഫ് എക്സ്പെൻസ്. നെക്സ്റ്റ് ഈസ് ഇറ്റ് മേ ബി എക്സ്പ്രസ്ഡ് ഇൻ കോസ്റ്റ് ഓഫ് അസറ്റ്സ് കൺസ്യൂംഡ്. ഇറ്റ് ഈസ് അനദർ ഫോം ഓഫ് എക്സ്പെൻസ്. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ കാണാത്ത ഒരു തരം എക്സ്പെൻസ് ആണ് ഈ കോസ്റ്റ് ഓഫ് അസറ്റ്സ് കൺസ്യൂംഡ്, അതായത് ഡിപ്രീസിയേഷൻ. അതിൻ്റെ എക്സാമ്പിളാണ് ഡിപ്രീസിയേഷൻ. ദാറ്റ് മീൻസ് നമ്മൾ ഓരോ അസറ്റ്സും ഓവർ എ ടൈം അതെന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ ഡിമിനിഷ് ചെയ്ത് വരും. ആ ഒരു ഡിമിനിഷ് ചെയ്യുന്ന വാല്യൂവിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ ശരിക്കും നമുക്കൊരു എക്സ്പെൻസ് ആണ്, ഇറ്റ് ഈസ് എ കോസ്റ്റ് ആണ്. സോ ദീസ് ആർ ദ ടു ടേംസ്. ദാറ്റ് ഈസ് റവന്യൂ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റായ എക്സ്പെൻസസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. Next term is expenses. Expenses is just the opposite word of revenue. It is the cost incurred for the business for the purpose of earning revenue. നമ്മൾ റവന്യൂ ഏൺ ചെയ്യുമ്പോൾ നമുക്ക് ദർ ഇൻക്ലൂഡ് എ ലോട്ട് ഓഫ് കോസ്റ്റ്. നമുക്ക് ഒരുപാട് ചിലവുകൾ ഉണ്ടാവും അല്ലേ. ആ ഒരു ചിലവിനാണ് പറയുന്നത് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയാം. ഇപ്പോൾ റവന്യൂ നമുക്ക് ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു ലാഭം മാത്രമല്ല, എന്തെങ്കിലും ഏർണിങ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടൊരു പ്രോസസ്സല്ല. നമ്മളിപ്പോൾ ഇൻ കേസ് ഒരു സാധനം പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഒരു വെയർ ഹൗസ് വേണം. അപ്പോൾ ആ വെയർ ഹൗസ് നമ്മൾ എന്ത് ചെയ്യണം, റെൻറ്റ് കൊടുക്കേണ്ടി വരും അല്ലേ. പിന്നെ അത് എന്തെങ്കിലും നമുക്ക് ആൾട്രേഷൻ വരുത്തണമെങ്കിലോ അല്ല ഇൻ കേസ് പ്രൊഡക്ഷൻ നടക്കുന്നതാണെങ്കിൽ പ്രൊഡക്ഷനുള്ള അവിടെ കുറേ എംപ്ലോയീസ് ഉണ്ടാവും, പിന്നെ ലേബേഴ്സ് ഉണ്ടാവും, അവർക്ക് വേജസ് കൊടുക്കണം. പിന്നെ അത് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള എംപ്ലോയീസ് ഉണ്ടാവും, അവർക്ക്
പേയ്മെൻറ്റ് സാലറി കൊടുക്കണം, അതിനുശേഷം അത് എവിടെയാണോ സെയിൽസ് എത്തിക്കേണ്ടത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ടാവും. അങ്ങനെ ദർ ഇൻക്ലൂഡ് എ ലോട്ട് ഓഫ് എക്സ്പെൻസസ്, ലോട്ട് ഓഫ് കോസ്റ്റ് ആർ ഇൻകേർഡ് ഫോർ ഏർണിംഗ് റവന്യൂ. അങ്ങനെ ഇൻകേർ ചെയ്യുന്ന കോസ്റ്റിനാണ് നമ്മൾ എന്ത് പറയുക, എക്സ്പെൻസസ് എന്ന് പറയുക. അപ്പോൾ ദീസ് എക്സ്പെൻസസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ 2 ഫോംസ്. ദാറ്റ് ഈസ് 2 ഫോംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫോം ഈസ് ഇൻ ദ ഫോം ഓഫ് സർവീസസ് യൂസ്ഡ്. സർവീസസ് എന്തൊക്കെയാണോ യൂസ് ചെയ്തത് ഇൻ ദാറ്റ് ഫോം, ദാറ്റ് മീൻസ് റെൻറ്റ്, വേജ്, നമ്മൾ ഈ പറഞ്ഞതുപോലെ റെൻറ്റ് കൊടുക്കുക. അതായത് ഒരു ബിൽഡിംഗ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ റെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ലേബേഴ്സിന് വേജ് കൊടുക്കുക, സാലറി, കമ്മീഷൻ, ഇതൊക്കെയാണ് ഫസ്റ്റ് ഫോം. സെക്കൻഡ് വൺ ഈസ് കോസ്റ്റ് ഓഫ് അസറ്റ്സ് കൺസ്യൂംഡ്. ദാറ്റ് മീൻസ് നമ്മൾ ഒരു റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി ഒരുപാട് അസറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അസറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അസറ്റ്സ് ഒരു റിസോഴ്സാണ്, അവിടെ നിന്ന് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു റിസോഴ്സാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അസറ്റ്സ് കൺസ്യൂംഡിൽ മെയിനാണ് ഡിപ്രീസിയേഷൻ. അവിടെ വരുന്ന ഒരു കോസ്റ്റാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ മീൻസ് നമ്മൾ ഓരോ അസറ്റ്സും അത് നമ്മൾ ഉപയോഗിക്കും തോറും അതിൻ്റെ എന്ത് ചെയ്യും, തേയ്മാനം വരുന്നു നമ്മൾ പറയും. അതായത് വിയർ ആൻഡ് ടിയറിലൂടെ ഇറ്റ് ഡിക്രീസ് ഇറ്റ്സ് വാല്യൂ, അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. ആ കുറഞ്ഞു വരുന്ന വാല്യൂവിനാണ് നമ്മൾ പറയുക ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഓരോ ഫേമിനെയും ഓരോ അസറ്റ് അത് ഒരു കോസ്റ്റാണ്. സോ ദിസ് ഈസ് എക്സ്പെൻസസ്. എക്സ്പെൻസ് മീൻസ് cost incurred by the business for earning revenue. It may be expressed in the form of services used or by cost of assets consumed.